പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. പാറമടയിതു വേണ്ടേ വേണ്ട. ഈ കഥ കേൾക്കൂ. അയ്യയ്യോ, കാട്ടുവഴിയിലൂടെ നടക്കാൻ പോലും പേടിയാവുന്നു ഈ മരണവാഹനങ്ങൾ കാരണം, ഡിങ്കിമാൻ ആശങ്കയോടെ പറഞ്ഞു. വൻമല ഇടിച്ചു നിരത്തി കല്ലും മണ്ണും പാറയും ഈ വലിയ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നു. ശക്തന്മാരായ അവരെ നേരിടാൻ നിവൃത്തിയില്ലാതെ നമ്മളെപ്പോലുള്ള സാധുക്കൾ കഷ്ടപ്പെടുന്നു. കാട്ടിലെ കരുത്തരായ ശൂരൻ കടുവയും ക്രൂരൻ പുലിയും വീരൻ സിംഹവും ചേർന്ന് ആരംഭിച്ച വലിയ പാറമട കാട്ടുമൃഗങ്ങൾക്ക് വല്ലാത്ത ഭീഷണിയാണ്. കല്ലു തെറിച്ചു പറന്നു വീണ് കല്യാണിമുയലിൻ്റെ മാളം പോയി, മണ്ണങ്ങിടിഞ്ഞു മരം മറിഞ്ഞ് ചിങ്കുക്കുരങ്ങൻ്റെ വീടും പോയി. മൃഗങ്ങൾ കൂട്ടം കൂടി പാറമട ഉണ്ടാക്കിയ നഷ്ടം കണക്കാക്കി. ഭരണാധികാരികൾ നേരിട്ട് നടത്തുന്ന മടയല്ലേ, തടയാൻ പിന്നെ ആരെക്കൊണ്ട് പറ്റും? ജിമ്പൻ കാട്ടുപോത്ത് വിഷമത്തോടെ പറഞ്ഞു. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അണ്ണാൻ കുഞ്ഞിനും തന്നാലായതെന്ന് കേട്ടിട്ടില്ലേ? ചിക്കു അണ്ണാൻ കൂട്ടുകാരോട് പറഞ്ഞു. അങ്ങനെ അവർ കൂട്ടം കൂടി ഈ അനീതിയെ എതിർക്കാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം പൊടി പറത്തി പറന്നു വന്ന ലോറിയിൽ നിന്ന് വലിയൊരു കല്ല് തെറിച്ചു വീണത് ജിമ്മു കാട്ടുപോത്തിൻ്റെ ദേഹത്താണ്. ആ പാവത്തിൻ്റെ മുൻകാലുകൾ രണ്ടും ഒടിഞ്ഞു. മോളുടെ അവസ്ഥ കണ്ട് ജിമ്പന് ദേഷ്യവും സങ്കടവും ഒരുമിച്ചു വന്നു. ജിമ്മുവിനെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ജിമ്പൻ്റെ നേതൃത്വത്തിൽ കാട്ടുപോത്തുകൾ കൂട്ടമായി പാറമടയ്ക്ക് നേരെ കുതിച്ചെത്തി. കാട്ടുകാളകളും മാനുകളും കരടികളും കുരങ്ങന്മാരും അവർക്കൊപ്പം കൂടി. അവരുടെ വരവ് കണ്ട് തൊഴിലാളി മൃഗങ്ങൾ ഓടി ഒളിച്ചു. കാടു നശിപ്പിച്ചിടുന്നതാകും പാറാമട ഇതു വേണ്ട വേണ്ട, സാധു മൃഗങ്ങളെ ദ്രോഹിച്ചിടും ലോറിയും കാട്ടിൽ വേണ്ട വേണ്ട, മണ്ണുമാന്തുന്നതാം യന്ത്രം വേണ്ട, പാറമട ഇതു വേണ്ട വേണ്ട. മൃഗക്കൂട്ടം മുന്നോട്ട് കുതിച്ചു. അവർ മടയുടെ കവാടം ഇടിച്ചു നിരത്തി. വാഹനങ്ങൾ തല്ലി തകർത്തു. വീരനും ശൂരനും ക്രൂരനും കൂടി അവരെ നേരിടാനെത്തി. മൃഗപ്പട അവരെ തവിടുപൊടിയാക്കി. ഇനി ഈ മട ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഉടൻ ഇത് നിർത്താൻ തീരുമാനിച്ചില്ലെങ്കിൽ നിന്നെയൊക്കെ ഇതിനകത്തിട്ട് മൂടും, ജിമ്പൻ കാട്ടുപോത്ത് അലറിക്കൊണ്ട് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ വീരനും കൂട്ടുകാരും അത് സമ്മതിച്ചു. മൃഗങ്ങൾ ഹർഷാരവത്തോടെ വലിയ പാറമട നിരപ്പാക്കി അവിടം മൃഗക്കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥലമാക്കി മാറ്റി.